ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പം കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അധിക സമയമൊന്നും എടുക്കില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1/2 കപ്പ് അരി നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. റാഗി ചേർത്ത് കൊടുത്തതാണെങ്കിൽ കൂടുതൽ ഹെൽത്തി ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ചെറിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിനായിട്ട് ഒരു 3 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിനായിട്ട് ഞാനിവിടെ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാനിതിവിടെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത മാവ് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് നെയ്യോ ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ കുഴിയിലും ഈ തയ്യാറാക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്ന അതേപോലെ തന്നെയാണ് ഈ പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത്. എല്ലാ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഓരോ അപ്പം ഒന്ന് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. അധിക സമയമൊന്നും എടുക്കില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ആ മറിച്ചിട്ട ഭാഗം കൂടി ഒന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ അപ്പങ്ങളൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഈ ഒരു പലഹാരം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾ റാഗി ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇത് നല്ല ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.